ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന ഓവർസിയർ ഗ്രേഡ് 2 എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ഈ വീഡിയോയുടെ സീരീസിലൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് 2019 നടന്നിട്ടുള്ള ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെ ഡ്രാഫ്റ്റ്മെൻ ഗ്രേഡ് 2 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ 4ാമത്തെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനലിൽ ജോയിൻ ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ് നോക്കാം. സർവേയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ദ ഇമാജിനറി ലൈൻ ജോയിനിങ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ക്രോസ് ഹെയേഴ്സ് അറ്റ് ഡയഫ്രം ആൻഡ് ദി ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ദി ഒബ്ജക്ട് ഗ്ലാസ് അറ്റ് ഇറ്റ്സ് കണ്ടിന്യൂവേഷൻ ഇസ്. അതായത് ഒരു ഇമാജിനറി ലൈന്, ആ ലൈന് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രോസ് ഹെയറിൻ്റെ ഡയഫ്രത്തിലുള്ള ഇന്റർസെക്ഷൻ മുതൽ ഒബ്ജക്ട് ഗ്ലാസിൻ്റെ ഒപ്റ്റിക്കൽ സെന്ററിലൂടെ കടന്നുപോയി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന ആ ലൈനിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിനെ നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് അല്ലെങ്കിൽ ലൈൻ ഓഫ് കൊള്ളിമേഷൻ എന്നാണ് പറയാം. അപ്പോൾ ലൈൻ ഓഫ് കൊള്ളിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ശരിക്കും ഡയഫ്രത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രോസ് ഹെയറിൻ്റെ സെന്ററിൽ നിന്നാണ് ആ ലൈന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഒബ്ജക്ട് ഗ്ലാസിന്റെ ഒപ്റ്റിക്കൽ സെന്ററിലൂടെ പാസ് ചെയ്ത് പോയി എവിടെയാണോ ഒബ്ജക്റ്റ് നിൽക്കുന്നത് ആ ഒബ്ജക്റ്റ് വരെ എത്തി നിൽക്കുന്ന ലൈനെയാണ് നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് അല്ലെങ്കിൽ ലൈൻ ഓഫ് കൊള്ളിമേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു ലൈൻ ഉണ്ട്. അതാണ് ഐ പീസിന്റെ സെന്റർ മുതൽ ഒബ്ജക്റ്റീവിന്റെ ഒപ്റ്റിക്കൽ സെന്റർ വരെ എത്തി നിൽക്കുന്ന ഒരു ലൈൻ. അതിന്റെ കണ്ടിന്യൂവേഷൻ ഇല്ല, അവിടം വരെയുള്ള ആ ലൈനിനെ നമ്മൾ ആക്സിസ് ഓഫ് ദി ടെലിസ്കോപ്പ് എന്നാണ് പറയുക. അപ്പോൾ ഒരു ടെലിസ്കോപ്പിന്റെ ലോഞ്ചിറ്റ്യൂണൽ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ പീസിന്റെ സെന്റർ മുതൽ ഒബ്ജക്റ്റീവിന്റെ ഒപ്റ്റിക്കൽ സെന്റർ വരെയാണ്. ഇനി വാട്ട് ഈസ് ആക്സിസ് ഓഫ് ദ ലെവൽ ട്യൂബ്? ആക്സിസ് ഓഫ് ദ ലെവൽ ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രുമെന്റിൽ ഉള്ള ലെവൽ ട്യൂബുകൾക്ക് ടാൻജൻഷ്യൽ ആയിട്ട് പാസ് ചെയ്ത് പോകുന്ന ആക്സിസിനെയാണ് ആക്സിസ് ഓഫ് ദ ലെവൽ ട്യൂബ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ബാക്കി എല്ലാതും സെന്ററിലൂടെ പാസ് ചെയ്ത് പോവുകയും ആക്സിസ് ഓഫ് ദ ലെവൽ ട്യൂബ് മാത്രം ടാൻജൻഷ്യൽ ആയിട്ട് പാസ് ചെയ്ത് പോവുകയും ചെയ്യുന്നത്? ഏതൊരു കർവിന്റെ ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴും അതെപ്പോഴും നമ്മൾ ടാൻജൻഷ്യൽ ആയിട്ടാണ് പറയാറുള്ളത്. അതുപോലെ തന്നെ ലെവൽ ട്യൂബും എന്താണ്, ഒരു വലിയ സർക്കുലാർ ട്യൂബിന്റെ ഒരു പോർഷൻ ആണ്. അതുകൊണ്ട് അത് സർക്കുലാർ ആർക്ക് ആയതുകൊണ്ടാണ് അതിന്റെ ആക്സിസ് ടാൻജൻഷ്യൽ ആയിട്ട് പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആക്സിസ് ഓഫ് ദ ലെവൽ ട്യൂബ് എന്നുള്ളത് നമ്മൾ തിയോഡലൈറ്റിന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് 2 ആക്സിസ് ഓഫ് ദ ലെവൽ ട്യൂബ് ഉണ്ട്. കാരണം തിയോഡലൈറ്റിന് പ്ലേറ്റ് ലെവൽ എന്നും ഓൾട്ടിറ്റ്യൂഡ് ലെവൽ എന്നും പറഞ്ഞ് 2 ലെവൽ ട്യൂബുകളുണ്ട്. അപ്പോൾ അതിന്റെ ആക്സിസും എന്തായിരിക്കും, ടാൻജൻഷ്യൽ ആയിട്ടാണ് പാസ് ചെയ്ത് പോകുന്നുണ്ടാവുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഓട്ടോകാഡ് കമാൻഡ് വിച്ച് ഈസ് യൂസ് ടു ബ്രേക്ക് എ പോളി ലൈൻ ഇൻ ടു ഇറ്റ്സ് ഇൻഡിവിജ്വൽ സെഗ്മെന്റ്. ഓട്ടോകാഡ് കമാൻഡിൽ ഒരു പോളി ലൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇൻഡിവിജ്വൽ സെഗ്മെന്റ് ആക്കി മാറ്റുന്ന കമാൻഡ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, പോളി ലൈനുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പോളി ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കാം. വരച്ചു കഴിഞ്ഞാൽ അതൊരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അതാണ് ഈ പോളി ലൈനിന്റെ പ്രത്യേകത. അപ്പോൾ ഈ പോളി ലൈനിൽ ഒരു സിംഗിൾ ഒബ്ജക്റ്റിനെ നമുക്കതിനെ ഇൻഡിവിജ്വൽ ലൈനുകളാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് എക്സ്പ്ലോഡ് കമാൻഡാണ്. എക്സ്പ്ലോഡ് കമാൻഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതെന്താവും, ആ ലൈനുകളെ മുഴുവൻ എക്സ്പ്ലോഡ് ചെയ്യിപ്പിക്കുകയും എവിടെയാണോ ലൈനിൽ ടേണിങ് വരുന്നത് അത് ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ലൈനാക്കി മാറ്റുകയും ചെയ്യും. അപ്പോൾ എക്സ്പ്ലോഡ് കമാൻഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോളി ലൈനുകളെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ ലൈനുകൾ ഡിഫറെന്റ് ഇൻഡിവിജ്വൽ സെഗ്മെന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനൊരു സിംഗിൾ പോയിന്റ് ആക്കി മാറ്റാൻ, അല്ലെങ്കിൽ ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് എന്ന് പറയുന്നത് ബ്ലോക്ക് കമാൻഡാണ്. അതിനൊരു സിംഗിൾ ബ്ലോക്ക് ആക്കി മാറ്റും. ഇനി വാട്ട് ഈസ് എക്സ്റ്റെൻഡ് കമാൻഡ്? എക്സ്റ്റെൻഡ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ലൈനിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ, ഒരു നിശ്ചിത പോർഷൻ വരെ നമുക്ക് ആ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് എക്സ്റ്റെൻഡ് കമാൻഡ്. എക്സ്ട്രൂഡ് കമാൻഡ് എന്നുള്ളത് നമ്മൾ 3D ഡ്രോയിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ്. ഒരു 2D ഡ്രോയിങ്ങിനെ 3D ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എക്സ്ട്രൂഡ് ചെയ്യാറുണ്ട്. ഇനി മറ്റൊന്ന് ബ്രേക്ക് കമാൻഡാണ്. ബ്രേക്ക് കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലൈനിൽ നമുക്കൊരു ബ്രേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒരു 2 പോയിന്റുകളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റിനെ നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് ബ്രേക്ക് കമാൻഡ് എന്നുള്ളത്. 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ IS കോഡ് റെക്കമെൻഡഡ് ഫോർ ട്രിമ്മഡ് ഡ്രോയിങ് ഷീറ്റ് ഈസ്. ട്രിമ്മഡ് ഡ്രോയിങ് ഷീറ്റിന് വേണ്ടി അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയുന്ന അതിൻ്റെ സൈസുകളെ പറ്റി പറയുന്ന IS കോഡ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ IS 10711-2001 എന്നുള്ളതാണ്. ഈ 10711-2001 എന്നുള്ളത് ടെക്നിക്കൽ പ്രൊഡക്ട്സ് ഡോക്യുമെന്റേഷൻ സൈസ് ആൻഡ് ലേഔട്ട് ഓഫ് ഡ്രോയിങ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള IS കോഡാണ്.
അപ്പോൾ അതിലാണ് എന്ത് ചെയ്യുന്നത്, ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസും അതേപോലെ തന്നെ അതിൻ്റെ ലേഔട്ടിനെയും കുറിച്ച്, ഡോക്യുമെൻറ്റേഷനെ കുറിച്ച് പറയുന്ന ഒരു IS കോഡാണ് അത്. ഇനി ബാക്കിയുള്ള കോഡ് നോക്കാം. IS 456/1978 എന്നുള്ളത് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു IS കോഡാണ്. അത് കോൺക്രീറ്റിൻ്റെ PCC അതേപോലെ തന്നെ RCCക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന IS കോഡാണത്. അതേപോലെ തന്നെ 816/1969 എന്നുള്ളത് ശരിക്ക് മെക്കാനിക്കലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കോഡാണത്. കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ യൂസ് ഓഫ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ഫോർ ജനറൽ കൺസ്ട്രക്ഷൻ ഇൻ മൈൽഡ് സ്റ്റീൽ, അതിൻ്റെ കോഡാണ്. അപ്പോൾ ആർക്ക് വെൽഡിങ്ങിൻ്റെ, മൈൽഡ് സ്റ്റീലിൽ ആർക്ക് വെൽഡിങ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന IS കോഡാണ് IS 816/1969 എന്നുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സാൻഡ്സ്റ്റോൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്, സാൻഡ്സ്റ്റോൺ ഏത് ടൈപ്പ് ഓഫ് റോക്കിൻ്റെ എക്സാമ്പിൾ ആണ് എന്നുള്ളതാണ് ചോദ്യം. സാൻഡ്സ്റ്റോൺ ആക്ച്വലി നമ്മൾ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സെഡിമെൻ്ററി റോക്കാണ്. അപ്പോൾ ഇവിടെ സെഡിമെൻ്ററി റോക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഇതിലില്ല. ഇഗ്നിയസ് ആണ് ഇതിൽ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് റോക്ക്. അപ്പോൾ സാൻഡ്സ്റ്റോൺ എന്നുള്ളത് ഒരു സെഡിമെൻ്ററി റോക്കാണ്. ഇനി കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ മൂന്നെണ്ണുള്ളത് അർജിലീഷ്യസും സിലീഷ്യസും കൽക്കേരിയസും ആണ്. ഇവിടെ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ സാൻഡ്സ്റ്റോണിൽ കൂടുതലായിട്ടും സാൻഡ് ഗ്രെയിൻസ് കൂടുതലായിരിക്കും, വിച്ച് മീൻസ് സിലിക്കയുടെ കണ്ടന്റ് കൂടുതലായിരിക്കും എന്തുണ്ടാവുക, സാൻഡ്സ്റ്റോണിൽ ഉണ്ടാവുക. അപ്പോൾ സാൻഡ്സ്റ്റോൺ എന്നുള്ളത് എന്താണ്, ഒരു സിലീഷ്യസ് റോക്കാണ്. സിലീഷ്യസ് റോക്കിൻ്റെ മറ്റ് എക്സാമ്പിളാണ് ഗ്രാനൈറ്റ്, അതേപോലെ തന്നെ ക്വാർട്സ് ഒക്കെ കൂടുതലുള്ള ഒരു ടൈപ്പ് ഓഫ് റോക്കായിരിക്കും ഈ സാൻഡ്സ്റ്റോൺ എന്നുള്ളത്. അപ്പോൾ സിലീഷ്യസ് റോക്കിന് മറ്റ് എക്സാമ്പിളുകളാണ് ഗ്രാനൈറ്റ് അതേപോലെ തന്നെ ക്വാർട്സൈറ്റ്. അർജിലീഷ്യസ് റോക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലേ കണ്ടന്റ് കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ ലാട്രൈറ്റ്, അതേപോലെ തന്നെ സ്ലേറ്റ്, കാവോലിനൊക്കെ അർജിലീഷ്യസ് റോക്കിൻ്റെ എക്സാമ്പിളാണ്. കൽക്കേരിയസ് റോക്കിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ലൈംസ്റ്റോണും അതേപോലെ തന്നെ മാർബിളും. രണ്ടും എന്താണ്, കൽക്കേരിയസ് റോക്കാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റെഡ് കളർ ഓഫ് എ ടൈൽ ഈസ് മെയിൻലി ഡ്യൂ ടു, ടൈലിൻ്റെ റെഡ് കളർ എന്ത് കാരണം കൊണ്ടാണ്? നമുക്കറിയാം സാധാരണയായിട്ട് റെഡ് കളർ പ്രൊവൈഡ് ചെയ്യുന്ന കെമിക്കൽ കണ്ടന്റ് എന്ന് പറയുന്നത് അയൺ ഓക്സൈഡ് ആണ്. അപ്പോൾ അയൺ ഓക്സൈഡിൻ്റെ പ്രസൻസ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഓടുകളാണെങ്കിലും അല്ലെങ്കിൽ ടൈൽസ് ആണെന്നുണ്ടെങ്കിലൊക്കെ അതിന് റെഡ് കളർ കിട്ടാനുള്ള കാരണം. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വോളിയം ഓഫ് 1 ബാഗ് ഓഫ് സിമെന്റ് വെയിങ് 50 കിലോഗ്രാം, 50 കിലോഗ്രാമിൻ്റെ ഒരു സിമെന്റ് ബാഗിന് വോളിയം എത്രയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം നമ്മൾ സാധാരണയായിട്ട് നമ്മൾ സിമെന്റിൻ്റെ ഡെൻസിറ്റി വെച്ചിട്ടാണ് നമുക്ക് 50 കിലോഗ്രാമിന് എത്ര വോളിയമാണ് എടുക്കുക എന്നുള്ളത് പറയാൻ പറ്റുക. അപ്പോൾ ഇത് നമുക്ക് ഒന്നെങ്കിൽ കാണാതെ പഠിക്കുക. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്, 0.034 m³ ആണ്. എങ്ങനെയാണ് ആ വാല്യൂ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമെന്റിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അതായത് ഒരു മീറ്റർ ക്യൂബിൽ 1440 കിലോഗ്രാം ആണ് കൊള്ളുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 50 കിലോഗ്രാം എത്ര m³ ആണ് വരിക എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ 50 ഡിവൈഡഡ് ബൈ 1440 ചെയ്യുമ്പോൾ നമുക്ക് 0.035 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്, സൈസ് ഓഫ് 1 സിമെന്റ് ബാഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വോളിയം ഓഫ് 1 സിമെന്റ് ബാഗ് എന്ന് പറയുന്നത് 0.034 m³ ആണ്. ഇനി നമ്മൾ യൂഷ്വലി പാക്ക് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് എന്ത്, 50 കിലോഗ്രാം എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ 50 കിലോഗ്രാം ബാഗിനെ പറ്റിയിട്ട് എപ്പോഴും ചോദിക്കാനുള്ള കാരണം. ഒരു സിമെന്റ് ബാഗിന്റെ സൈസ് എന്ന് പറയുന്നത് 450 by 180 by 670 ആണ്. അതായത് 45 സെന്റിമീറ്റർ നീളം, അതിൻ്റെ തിക്നെസ് 18 സെന്റിമീറ്റർ, അതേപോലെ തന്നെ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 67 സെന്റിമീറ്റർ ആണ് ഉണ്ടാവുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ലൈം ഈസ് യൂസ്ഡ് ഫോർ, ലൈം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ആസ് എ മെട്രിക്സ് ഫോർ കോൺക്രീറ്റ്, ഇംപ്രൂവിംഗ് സോയിൽ ഫോർ അഗ്രികൾച്ചർ, ഫോർ പ്ലാസ്റ്ററിംഗ്, ഓൾ ഓഫ് ദി അബവ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓൾ ഓഫ് ദി അബവ് ആണ്. നമുക്കറിയാം കോൺക്രീറ്റിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ലൈം ഉപയോഗിക്കാറുണ്ട് അല്ലേ. സിമെന്റിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ലൈമാണ്. അപ്പോൾ കോൺക്രീറ്റിന്റെ ഒരു മെട്രിക്സ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ലൈം ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ സോയിലിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈം ഉപയോഗിക്കാറുണ്ട്. സോയിലിന്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയും അതേപോലെ തന്നെ അതിൻ്റെ pH ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ ന്യൂട്രിയൻ്റ് അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും സോയിലിൻ്റെ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സാധാരണ സോയിലിനെ എന്ത് ചെയ്യാറുണ്ട്, ലൈമിനെ നമ്മൾ സോയിലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ദെൻ ഫോർ പ്ലാസ്റ്ററിങ്, നമുക്കറിയാം ലൈം പ്ലാസ്റ്ററിങ് ഉണ്ട്, ലൈം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി അബവ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബ്രിക്ക് മോൾഡഡ് വിത്ത് എ റൗണ്ട് ആംഗിൾ ഇസ് ടേംഡ് ആസ്, റൗണ്ട് ആംഗിൾ വരുന്ന ഒരു ബ്രിക്ക് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ആൻസറും ഓൾ ഓഫ് ദി അബവ് ആണ്. ഇവിടെ ഓപ്ഷനിൽ ബുൾനോസ്, കൗനോസ്, അതേപോലെ തന്നെ കോപ്പിംഗ് ബ്രിക്ക്, ഇങ്ങനെ 3 ടൈപ്പ് ബ്രിക്കുകളിലും എന്തുണ്ട്, ഇതേപോലെ റൗണ്ട് ആംഗിൾ വരുന്നുണ്ട്. ബുൾനോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ഫിഗറിൽ, ഈ ഫിഗറിൽ കാണുന്നത് പോലെയാണ്. ഇതാണ് ബുൾനോസ് ബ്രിക്ക്.
ബുൾനോസ് ബ്രിക്കിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ ഒരു കോർണർ എന്തായിരിക്കും, കർവ്ഡ് ആയിരിക്കും. അതാണ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. റൗണ്ട് ആംഗിൾ വരുന്ന ഒരു ബ്രിക്കാണ് എന്ത്, ബുൾനോസ് എന്നുള്ളത്. പക്ഷേ ആ ബ്രിക്കിന്റെ ഒരു സൈഡിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഒരു കോർണർ മാത്രമേ റൗണ്ട് ആംഗിൾ ഉണ്ടാവുള്ളൂ. ഇനി കൗനോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ രണ്ട് കോർണറുകളും എന്താണ്, കർവാണെന്നുണ്ടെങ്കിൽ ഇവിടെയും കർവാണ്, അതേപോലെ തന്നെ ഇവിടെയും കർവാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കൗനോസ് ബ്രിക്ക് എന്നാണ് പറയുക. ഇതൊക്കെ നമ്മൾ ബ്രിക്ക് മേസണറിയിൽ ഉപയോഗിക്കുന്ന ബ്രിക്കുകളാണ്. മറ്റൊന്ന് കോപ്പിംഗ് ബ്രിക്കാണ്. കോപ്പിംഗ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മൾ എന്താ പറയുക, നമ്മുടെ കോമ്പൗണ്ട് വാളൊക്കെ ഉണ്ടാക്കുമ്പോൾ അവിടെ വെള്ളം, ആ കോമ്പൗണ്ട് വാളിന്റെ മുകളിൽ വെള്ളം നിൽക്കാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിലുള്ള ബ്രിക്കാണ് അതിന്റെ ടോപ്പിൽ ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ബ്രിക്കിനെയാണ് നമ്മൾ കോപ്പിംഗ് ബ്രിക്ക് എന്ന് പറയാം. അപ്പോൾ ഇതും എന്താണ്, റൗണ്ട് ആംഗിൾ ബ്രിക്കാണ്. കോപ്പിംഗ് ബ്രിക്കുകൾ റൗണ്ട് ആംഗിൾ മാത്രമല്ല, അത് സ്ലോപ്പിംഗ് സൈഡ് വരുന്നതും ഉണ്ട്, റൗണ്ട് ആംഗിൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന്റെ ആൻസർ ഓൾ ഓഫ് ദി അബവ് ആണ്. റൗണ്ട് ആംഗിൾ വരുന്ന ബ്രിക്കുകളാണ് ബുൾനോസും കൗനോസും അതേപോലെ തന്നെ കോപ്പിംഗ് ബ്രിക്കുകളും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബേസ് ഫോർ മേക്കിംഗ് പെയിന്റ്. പെയിന്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ ബേസ് ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. നമ്മളുടെ പെയിന്റിന്റെ സോളിഡ് എന്ന് പറയുന്നത് എന്താണ്, ബേസ് ആണ്. ഈ ബേസിന്റെ ബിഹേവിയറിനനുസരിച്ചാണ് ഒരു പെയിന്റ് എത്രത്തോളം നന്നാവോ മോശമാവോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിൽ മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബേസ് ആണ് എന്ത്, വൈറ്റ് ലെഡ്. ഇതേപോലെ തന്നെ നമ്മൾ റെഡ് ലെഡ് ഉപയോഗിക്കാറുണ്ട്, സിങ്ക് വൈറ്റ് ഉപയോഗിക്കാറുണ്ട്, അയേൺ ഓക്സൈഡ് ഉപയോഗിക്കാറുണ്ട്, ടൈറ്റാനിയം വൈറ്റ് ഉപയോഗിക്കാറുണ്ട്, ആന്റിമണി വൈറ്റ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ടൈപ്പ് ഓഫ് ബേസുകളാണ്. വാട്ട് ഈസ് ലിൻസീഡ് ഓയിൽ? ലിൻസീഡ് ഓയിൽ എന്ന് പറയുന്നത് വെഹിക്കിളാണ്. നമുക്കറിയാം പെയിന്റിൽ നമ്മൾ പെയിന്റിനെ സ്മൂത്ത് ആയിട്ട് വർക്കബിൾ ആക്കുന്നത് എന്താണ്, പെയിന്റിനെ സ്മൂത്ത് ആക്കുന്നത് അല്ലെങ്കിൽ വർക്കബിൾ ആക്കുന്നത് ഈ വെഹിക്കിളാണ് അല്ലെങ്കിൽ കരിയറാണ്. യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വെഹിക്കിളാണ് എന്ത്, ലിൻസീഡ് ഓയിൽ എന്നുള്ളത്. എന്നാൽ ഏറ്റവും ക്വാളിറ്റി കൂടിയ വെഹിക്കിളാണ് ടങ് ഓയിൽ. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെഹിക്കിളുകളെല്ലാം ഓയിൽസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ പഠിക്കുക. ഓയിലുകളാണ് കൂടുതലും വെഹിക്കിൾ ഉണ്ടാവുക. വെഹിക്കിൾ എന്ന് പറയുന്നത് അതിനെ സ്മൂത്ത് ആയിട്ട് നമ്മളുടെ സർഫസിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വെഹിക്കിൾ ഉപയോഗിക്കുന്നത്. പോപ്പി ഓയിൽ, നട്ട് ഓയിൽ, ടങ് ഓയിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ വെഹിക്കിളായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി വാട്ട് ഈസ് ടർപ്പൻറ്റൈൻ? ടർപ്പൻറ്റൈൻ എന്നുള്ളത് ഒരു സോൾവെൻ്റ് ആണ്. നമ്മളുടെ പെയിന്റിന്റെ വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പെയിന്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് എന്ത്, ടർപ്പൻറ്റൈൻ എന്നുള്ളത്. മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന തിന്നർ എന്നുള്ളത് എന്താണ്, ടർപ്പൻറ്റൈൻ ആണ്. നമ്മൾ സോൾവെന്റിനെ തിന്നർ എന്നും പറയാറുണ്ട്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന തിന്നർ എന്ന് പറയുന്നത് ടർപ്പൻറ്റൈൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ലാസ്റ്റ് വൺ, സ്റ്റെയർ ടേണിംഗ് ത്രൂ 2 റൈറ്റ് ആംഗിൾ ഈസ് നോൺ ആസ്. 2 റൈറ്റ് ആംഗിളിൽ ടേൺ ചെയ്യുന്ന സ്റ്റെയറിന് നമ്മൾ പറയുന്ന പേരെന്താണ്? അതിനെയാണ് നമ്മൾ ഹാഫ് ടേൺ സ്റ്റെയർ എന്ന് പറയാം. അപ്പോൾ 180 ഡിഗ്രിയിൽ തിരിയുന്ന സ്റ്റെയറിനെയാണ് നമ്മൾ ഹാഫ് ടേൺ സ്റ്റെയർ എന്ന് പറയാം. ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. അതേപോലെ ഓപ്പൺ വെൽ സ്റ്റെയർ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. ഒക്കെ എന്താണ്, ഹാഫ് ടേൺ ആണ്. 90 ഡിഗ്രിയിൽ മാത്രമല്ല പിന്നെ ഒരു 90 ഡിഗ്രിയും കൂടെ തിരിയും. അതാണ് 2 റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സ്റ്റെയർ എന്ന് പറയുന്നത് ഹാഫ് ടേൺ സ്റ്റെയർ ആണ്. ക്വാർട്ടർ ടേൺ ആണെന്നുണ്ടെങ്കിൽ ഒരു 90 മാത്രമേ തിരിയുള്ളൂ. 1 റൈറ്റ് ആംഗിൾ മാത്രം തിരിയുകയാണെങ്കിൽ അതെന്താണ്, ക്വാർട്ടർ ടേൺ ആണ്. 3 ക്വാർട്ടർ ടേൺ എന്ന് പറഞ്ഞാൽ 3 തവണ എന്ത് ചെയ്യും, 90 ഡിഗ്രി തിരിയും. അതിനെ നമ്മൾ 3 ക്വാർട്ടർ ടേൺ എന്ന് പറയും. ഫസ്റ്റ് ഒരു 90 ഡിഗ്രി തിരിയും, പിന്നെ ഒരു 90 ഡിഗ്രി തിരിയും, പിന്നെ ഒരു 90 ഡിഗ്രി തിരിയും. അപ്പോൾ അതാണ് 3 ക്വാർട്ടർ ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ 3 ക്വാർട്ടർ ടേണുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് 3 ക്വാർട്ടർ ടേൺ സ്റ്റെയർ ആണ്. പിന്നെ സ്ട്രെയിറ്റ് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ഒറ്റ ഫ്ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, അവിടെ എന്തുണ്ടാവില്ല, ടേണിംഗ് ഉണ്ടാവില്ല. അതുകൊണ്ട് അതിന് സ്ട്രെയിറ്റ് സ്റ്റെയർ എന്ന് പറയും. അപ്പോൾ 2 റൈറ്റ് ആംഗിൾസിൽ ടേൺ ചെയ്യുന്ന സ്റ്റെയർ എന്ന് പറയുന്നത് ഹാഫ് ടേൺ സ്റ്റെയർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.